ആഞ്ഞടിച്ച UDF സുനാമിയിൽ ഇടതുകോട്ടകൾ മിക്കതും തകർന്നു തരിപ്പണമായി. LDF 99 നിന്ന് 35 നിലം പൊത്തി. CPIM 26 സീറ്റിൽ ഒതുങ്ങി. CPIക്ക് ലഭിച്ചത് 8 സീറ്റ് മാത്രം. CPIM, CPI, RJD കക്ഷികളൊഴികെ ഇടതുമുന്നണിയിലെ പാർട്ടികളെല്ലാം സംപൂജ്യരായി. TV പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞു തീർത്തത് ഒരു പാർട്ടിയും ഒരു മുന്നണിയും എത്രമേൽ ഉയരത്തിൽ നിന്ന് എത്രമേൽ താഴോട്ട് വരാമോ എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അത് ഏറ്റവും ഒടുവിൽ 35 തൊട്ട് നിൽക്കുന്നു. പല പാർട്ടികളും സംപൂജ്യരായി പോകുന്നു മുന്നണിയിൽ. മാധു, അതുതന്നെയാണ്. ഇതിൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു, തോൽവി സംഭവിച്ചു, ചില ഘടകകക്ഷികൾക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതെയായി എന്നതിനെല്ലാം അപ്പുറത്ത് മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPIM-നുണ്ടായിരുന്ന തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ LDF-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇത്തവണത്തെ തിരിച്ചടി സംഘടനാപരമായി ഏറെ കെട്ടുറപ്പുള്ള, വളരെ അഭിമാനത്തോടെ CPIM എന്നും ഉയർത്തിക്കാട്ടുന്ന കോട്ടകൾ അതെല്ലാം തകർന്നു വീണു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പയ്യന്നൂര് പോലെയുള്ള ഒരു ചുവന്ന മണ്ണ് ഒരിക്കലും തോക്കും എന്ന് CPIM സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. തൃക്കരിപ്പൂരും അതുപോലെ തളിപ്പറമ്പും കൈവിട്ടു പോകുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. മുഖ്യമന്ത്രി പിന്നിൽ പോകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല തുടക്കത്തിലൊന്നും. പിന്നീട് തിരിച്ചു വന്നെങ്കിൽ പോലും മട്ടന്നൂരിൽ അവരുടെ പ്രതാപം തകർന്നടിയുന്നത് നമ്മൾ കണ്ടു. ജയിച്ചെങ്കിൽ പോലും അങ്ങനെ പല മണ്ഡലങ്ങളിലും വലിയ പതനമുണ്ടായി. കണ്ണൂർ ജില്ലയിൽ മറ്റ് ജില്ലകളിലേക്ക് വന്നാൽ വലിയ നഷ്ടം പല ജില്ലകളിലും ഉണ്ടായി എന്നുള്ളതാണ്. പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും ആലപ്പുഴയിലായാലും വലിയ പതനം ഇടതുമുന്നണിക്കുണ്ടായി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. സംഘടനാപരമായ പരിശോധന പാർട്ടി നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. പയ്യന്നൂരും തളിപ്പറമ്പിലുമൊക്കെ ഉണ്ടായിരുന്ന പരാജയങ്ങളിൽ അതിൽ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന വിലയിരുത്തൽ ഇപ്പോൾ തന്നെ പാർട്ടിയിലുണ്ട്. അങ്ങനെയെങ്കിൽ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങൾ പ്രധാനപ്പെട്ടത് എങ്ങനെ ഇത് പരിശോധിക്കും എന്നുള്ളതാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്തത്ര വലിയ നഷ്ടമാണ് 2026-ലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. മാധു.